ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണം. അച്ഛനും മോളും ഫസ്റ്റിലേ അങ്ങ് ഇറങ്ങി, ഫ്രണ്ടിലേ അങ്ങ് ഇറങ്ങി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും എന്താ പറയുക ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഉച്ചയായി. കാര്യം ഞങ്ങൾ എല്ലാവരും നല്ലോണം കിടന്നുറങ്ങി. ഇന്നലെ എല്ലായിടത്തും കറക്കമെല്ലാം കഴിഞ്ഞ് ഒരു നേരമായി. ക്യാമറ ഒക്കെ മേടിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ബ്രേക്കാണ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോയി കറങ്ങാന്നൊക്കെ വിചാരിച്ച് നിൽക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കാര്യം ഉറങ്ങി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പ്രേതത്തിന് പേടിയില്ലാത്തത് വന്നിരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇതിപ്പം ലഞ്ച് ടൈമായി. ഇത് അച്ഛനെയാണ്. അച്ഛൻ പല്ല് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് ഞാനും നന്ദൂസും കൂടെ കഴിക്കാൻ പോവാട്ടോ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന എന്താ, മട്ടൻ ബിരിയാണിയും. എനിക്ക് പേടിയാ, എനിക്ക് പേടിയായിട്ടാ ബോട്ടിൽ കയറാൻ. അപ്പൊ നമ്മൾ ഫുഡ് അടിക്കാൻ പോവാട്ടോ. കൊള്ളാം. കട്ട്ലറ്റ് പോലെ ഇരിപ്പുണ്ട്. ഉണ്ടോ കഴിക്കും. നന്ദപ്പന് ഫുഡ് നല്ലോണം ഇഷ്ടപ്പെട്ട്. മട്ടൻ്റെ പീസ് കുറവാട്ടോ, ഒറ്റ പീസേ ഉള്ളൂ. കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നന്ദപ്പനെ കാണിക്കാട്ടോ. നന്ദപ്പൻ ഭയങ്കര പണിയില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ്, സുടിയെന്ന് എടുത്തയാ. കൊള്ളാം. ഇത് പോയിട്ടുണ്ട് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ഇതേപോലത്തെ ഡ്രസ്സായിരിക്കും. മാഡം എന്ത് ബിസിയാണേ. മാഡം യെസ്, ഞങ്ങൾ പോകാൻ പോകുന്നു. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണം. അച്ഛനും മോളും ഫസ്റ്റിലേ അങ്ങ് ഇറങ്ങി, ഫ്രണ്ടിലേ അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ ഒരാൾക്ക് ക്യാമറ വേണം. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ക്യാമറ വേണം. നമ്മൾ ക്യാമറ പോവാതെ പുള്ളിയോ ക്യാമറ മേടിക്കണം. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വരണം. മെയിൻലി നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. ബോട്ടൊന്നും പറ്റത്തില്ല, എനിക്ക് പേടിയാ. എനിക്ക് കുഴപ്പമുണ്ട് കേട്ടോ. അങ്ങനെ കേസ് നമ്മളിതാ കൊച്ചിൻ സമ്മർ കാർണിവലിന്റെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. നമ്മള് ബോട്ടിൽ കയറില്ല, എനിക്ക് പേടി. നിങ്ങൾ കയറും, ഞാനിവിടെ കരയിലെങ്ങാൻ ഇരുന്നോളാം. ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നോളാം. ഇറങ്ങില്ല, ഇതൊരു സ്മെല്ല്. അങ്ങനെ സന്തോഷ് ഒരു മാംഗോ ഒരു ഐസ്ക്രീമും മേടിച്ചു. പിന്നെ ഇതെന്തോ മാങ്ങയല്ലേ, പിന്നെ ഐസ്ക്രീം ഇപ്പം കളയും. നന്ദൂസ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അച്ഛ പറയുന്ന ഈ മെട്രോ എന്തോ വാട്ടർ മെട്രോയിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാനും അച്ഛ വെക്കാട്ട് കയറും. ഉടക്കിൻ്റെ വക്കിൽ നിൽക്കുവാണ്. ഞങ്ങൾക്ക് പേടി. അച്ഛക്ക് അത് പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നോ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളി പറഞ്ഞ എന്തുവാ എന്തോട്ടാ
ക്യാമറ ഇടിക്കാന്നൊക്കെ പറയുന്നില്ല അച്ഛൻ. എന്നാൽ ശരി തിരിച്ച് റൂമിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇങ്ങനെ കട്ടക്കാലിപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നോക്കാം. ഇതിൽ കയറാനുള്ള പ്ലാനാ. ഇതായിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവാട്ടോ. അങ്ങനെ കഴിച്ച് നമ്മളിത് ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഈ സംഭവം ഒട്ടും ഇഷ്ടമല്ല, പേടിയാണ്. ഈ മക്കുൻ്റെ ഒറ്റ നിർബന്ധി ഞാൻ കയറിയതാണ്. സത്യമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ് കയറി പോകുന്നത്. ആക്ച്വലി ഫുള്ള് പേടിയാണ്. എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചുമ്മാ ഇരുന്ന മനുഷ്യൻ പിടിച്ച് വെള്ളത്തിനകത്ത് പിടിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്തായാലും പോകാൻ പോവാട്ടോ. ഉണ്ടായിരിക്കും അങ്ങോട്ട് മീന്. അമ്മയുടെ ബോറ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തല കറങ്ങുന്നുണ്ട്. വീട്ടിൽ കിടന്ന് ഓടിച്ചാടുന്നവരെ കിടന്ന് ചാടുന്നു. തല ഒരുമാതിരിയാണ്. അത് വെളിയിലോട്ട് നോക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ വിഷയം. അങ്ങനെ കഴിച്ച് നമ്മൾ ഇങ്ങനെ നടന്നു പോകണം. നന്ദൂസിനപ്പോൾ അന്നേരം കരിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ നോക്കി പോവുക അല്ലേ നന്ദൂസേ? യെസ്. നമ്മൾ കുറേ നടന്ന് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ സാധനം. ഇവിടെ മൊത്തം വെറൈറ്റി സംഭവങ്ങളാട്ടോ. അല്ലടാ, വേറെ എന്തുവാണ് നമുക്ക് നോക്കാം. ആദ്യം വെള്ളം കുടിക്കട്ടെ, ഇനി നടക്കാൻ പറ്റത്തില്ല. ഇതെന്തുവാണെന്നൊന്ന് നോക്കാനായിട്ട്. മറ്റേ ലെറ്റേഴ്സ് വെച്ചിട്ടൊക്കെ ഉള്ള മറ്റേ ബ്രേസ്ലെറ്റ്, വളകൾ, മാലകൾ. സൂപ്പറല്ലേ? വെറൈറ്റി കമ്മല്, മാല. കൊള്ളാല്ലേ? നോക്കാം. പോവാം. അച്ഛൻ്റെ ചൂട് ഇത് വെറൈറ്റി തോന്നിക്കുന്ന രസം. വേണ്ട, നോ വേണ്ട. വേണ്ട, പാർക്കിൽ കൊണ്ടുപോകാം മക്കളെ. ഇപ്പം എന്താ വേറെ ഏത് സ്ഥലത്തോടെ പോടെ പോയിട്ട് തിരിച്ച് വരട്ടെ, ഇതിൻ്റെ പാർക്കിൽ കയറാം. എവിടെ ആയിട്ടാ പോകുന്നത്? ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. കാര്യം അടിപൊളി ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ്. റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് ട്രഡീഷണൽ ടച്ചിലൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടാണ് ഓരോ റിസോർട്ടുകളും പണി വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ സീനാണ്. വിഷുവിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ വന്നാൽ ഇവിടെ നിന്നൊക്കെ കിട്ടില്ല സാധനം നമുക്ക് അടിക്കാൻ പറ്റും. അതൊരു ഫീല് സാധനം കേട്ടോ. വീടല്ലേ മോനെ, റിസോർട്ടാ. ഈ ഒരു സൈഡ് മൊത്തം വേസ്റ്റ് ആട്ടോ. ഈ ഒരു സൈഡ് നല്ല വൃത്തി. അവിടെ എല്ലാം കറങ്ങി അടുത്ത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ഇവിടെ കുറേ എന്താ പറയുക കരകൗശല വസ്തുക്കൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ റേറ്റ് എന്ന് വെച്ചാൽ കത്തിയിട്ട് കൈസ്, കത്തി എന്ന് വെച്ചാൽ ഭയങ്കര കത്തി. ഒന്നും പറഞ്ഞില്ല, എനിക്ക് പേടിയായി, തല ഇറങ്ങും. ചേച്ചി വേറെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓഫായി എന്തോ. എന്താ ഇതൊക്കെ ഇപ്പം ആര് പ്ലാൻ ചെയ്ത്? എന്തോ നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നില്ലേ? തിരിച്ചു പോവാ. പറ ഗൈസ്, തള്ളി കിട്ടുന്നോ?
അങ്ങനെ നമ്മളെല്ലാം കറങ്ങി അടിച്ച് തിരിച്ച് വന്ന വഴി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിളൊക്കെ മേടിച്ചു. വണ്ടിക്കകത്ത് കയറാൻ പോവാണേ. വയ്യ, തല ഇറങ്ങുന്നു ബോട്ടിൽ ഇരുന്ന്.